ഡയറ്റിംഗ് ഒരുപാട് ഡയറ്റിംഗ് ഉണ്ട്, വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ ഉണ്ട്. കാരണം എന്റെ ബോഡി കുറച്ച് സ്റ്റബേൺ ആയിട്ടുള്ള ഫാറ്റാണ്. ഞാൻ നല്ല ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ എന്റെ ആക്ടിവിറ്റീസ് കാരണം ഞാൻ ഒരു പടി പിടിച്ച്. നമസ്കാരം. ഇത്രയും വയർ എനിക്കുണ്ട്. വിത്തൗട്ട് ഗർഭിണിയാവൽ, വിത്തൗട്ട് പ്രസവിക്കൽ, അതൊന്നൊരു വിഷയമല്ല എനിക്ക്. ഈ ആധുനിക ലോകത്തെ മനുഷ്യന്മാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് പൊണ്ണത്തടി അഥവാ ഒബിസിറ്റി, അല്ലെ? ഇന്ത്യയിലെ കണക്ക് പ്രകാരം 4-ൽ ഒരാൾക്ക് പൊണ്ണത്തടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ തന്നെ ഈ പൊണ്ണത്തടി കാരണം സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാക്കും, അല്ലെ? തടി കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാക്കും. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ തടി കുറയ്ക്കാനുള്ള കോമൺ ആയിട്ടുള്ള ഒരു മാർഗം എന്താണ്? നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, ഡയറ്റ് എടുക്കുക, അല്ലെ? ഇതാണെങ്കിലോ അത്യാവശ്യം മെനകെട്ടൊരു പണിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ തടി കുറയ്ക്കുക എന്നുള്ളത് പലരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയാണ്, അല്ലെ? എന്തായാലും ഈ പൊണ്ണത്തടി കാരണം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. ഇന്ന് വെയിറ്റ് ലോസിന് വേണ്ടി അഥവാ തടി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഇഞ്ചക്ഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ വാങ്ങി വെച്ച് കഴിഞ്ഞാണെങ്കിൽ വിത്തിൻ ഡേയ്സ് നിങ്ങളുടെ തടി കുറയും. ഇപ്പൊ നിലവിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ഇഞ്ചക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം വിലയുള്ള ഇഞ്ചക്ഷൻ ആണ് ഇത്. പക്ഷെ കുഴപ്പമില്ല, അധികം വൈകാതെ തന്നെ വില കുറവിൽ ഇഞ്ചക്ഷൻ സാധാരണക്കാർക്കും ലഭ്യമായി തുടങ്ങുന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏതാണ് ആ ഇഞ്ചക്ഷൻ എന്നല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. പലരും പലയിടത്തും ഇഞ്ചക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഗൾഫിലൊക്കെ ഇഞ്ചക്ഷൻ ഇപ്പൊ വമ്പൻ ട്രെൻഡായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഇഞ്ചക്ഷന്റെ പേരാണ് ഒസംബിക് അല്ലെങ്കിൽ മൗഞ്ചാരോ. മറിജാനല്ല കേട്ടോ, മൗഞ്ചാരോ. ഇനി ആരും മറ്റേതാണെന്ന് വിചാരിക്കേണ്ട. ഇതിനെ കുറിച്ച് എവിടെയെങ്കിലും ഒരു കേട്ടുകേൾവി നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി ഇതുവരെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളി. ഇത് വല്ലാത്തൊരു സംഭവമാണ് മക്കളെ. ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ഇടയിൽ ഈ ഇഞ്ചക്ഷൻ ഭയങ്കര ട്രെൻഡ് ആണ്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൗഭാഗ്യ വെങ്കടേശും ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അത്യാവശ്യം തടിയും പുള്ളിക്കാരുടെ ഇത് കുറഞ്ഞു എന്നുള്ളതാണ്. സൗഭാഗ്യ വെങ്കടേശിനെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത്യാവശ്യം സെലിബ്രിറ്റി ഫേസ് ഉള്ള നല്ല ഡാൻസറൊക്കെയാണ് പുള്ളിക്കാരി. മാത്രമല്ല ആളൊരു ഇൻഫ്ലുവൻസറും കൂടിയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ മാർച്ച് 30-ന് പുള്ളിക്കാരി ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പുള്ളിക്കാരുടെ ശരീരം ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. അത്യാവശ്യം തടിയൊക്കെ ഉണ്ട്, അല്ലെ? എന്നിരുന്നാലും ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 20-22 ദിവസം കഴിഞ്ഞ് ഇന്നലെ പുള്ളിക്കാരി മറ്റൊരു വീഡിയോ കൂടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഓക്കെ, ഇതാണ് പുള്ളിക്കാരി ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്. ഇതിന് പുള്ളിക്കാരി കൊടുത്ത ക്യാപ്ഷൻ നോക്കി നിങ്ങൾ. അറ്റ് 33 ഫൈനലി ഐ സ്റ്റാർട്ട് ഫീലിംഗ് പ്രെറ്റി അഗൈൻ എന്നൊക്കെ. 33-ൽ ഞാൻ ചെറുപ്പക്കാരിയായി എന്നർത്ഥം. എന്തായാലും ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച പുള്ളിക്കാരുടെ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു മാറ്റം ബോഡിയിൽ വന്നിട്ടുണ്ട്, അല്ലേ? വലിയൊരു മാറ്റം വന്നില്ലെങ്കിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 22 ദിവസം ഇങ്ങനെ ഒരു മാറ്റം വരിക എന്ന് പറഞ്ഞാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്, അല്ലേ? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി ഒരു ഓൺലൈൻ മീഡിയയോട് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഡയറ്റിംഗ് ഉണ്ട്, വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ ഉണ്ട്. കാരണം എന്റെ ബോഡി കുറച്ച് സ്റ്റബേൺ ആയിട്ടുള്ള ഫാറ്റാണ്. ഞാൻ നല്ല ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ എന്റെ ആക്ടിവിറ്റീസ് കാരണം ഞാൻ ഒരു പടി പിടിച്ച് നിൽക്കുന്ന ഒരാളല്ല. നല്ല ആക്ടിവിറ്റി ഉണ്ട്, പക്ഷെ വാശി പിടിച്ച് നിൽക്കുന്ന ഒരു ബോഡിയാണ്. ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇഞ്ചക്ഷൻ ട്രൈ ചെയ്തപ്പോൾ വെയിറ്റ് ലോസ് വരുന്നു. ഞാൻ ഭയങ്കര എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും എന്റെ ബോഡീന്റെ വെയിറ്റ് കുറയുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അതോടെ എന്റെ ശരീരഭാരം കുറഞ്ഞു എന്നൊക്കെയാണ് സൗഭാഗ്യ വെങ്കടേഷ് പറയുന്നത്, അല്ലേ? ഇനി വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ എടുത്തതിനെ കുറിച്ച് സൗഭാഗ്യ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? എക്സൈറ്റഡ് ആണോ? വളരെയധികം. ആനന്ദാശ്രു കണ്ടില്ലേ? ഇത്ര വർഷത്തെ ബോഡി ഷേവിംഗ് ആണ് ഇന്ന് തീരാൻ പോകുന്നതെന്നുള്ള കുറച്ച് പേടിയും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മളെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. സോ ഹൗ ഡു യു ഫീൽ? ഇപ്പൊ ഭയങ്കര സന്തോഷം. എനിക്ക് വന്നപ്പോൾ കുറച്ച് ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. ഞാൻ ഡോക്ടറെ അടുത്തതിന് മുന്നേ എന്റെ കൺസേൺ ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ പ്രൊസീജിയർ തുടങ്ങുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അത്രയും ഒരു കേക്ക് വാക്ക് പോലെ അത്രയും ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഭവം. പെയിൻ വല്ലതും ഉണ്ടായിരുന്നോ? ഒട്ടും പെയിൻ ഇല്ലായിരുന്നു. ചെറിയ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയും. ഒട്ടും പെയിൻ ടോളറൻസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ഒട്ടും പെയിൻ ഇല്ലായിരുന്നു. അടിപൊളിയാണ്. ഓക്കെ, പലർക്കുള്ള സംശയമായിരിക്കും എന്തുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ എന്നുള്ളത്, സൗഭാഗ്യം എന്തുകൊണ്ട് ഇവിടെ എത്തി എന്നുള്ളത്. അപ്പൊ കൺസേൺസ് എന്താന്നുള്ളതൊന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എൻ്റെ ബോഡി വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ ഇതിന് മുന്നേ ആണെങ്കിൽ തന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു 9 ഡാൻസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഈവനിങ് 4:30 വരെ ഡാൻസ് ചെയ്യുന്നു. തിരിച്ച് വീട്ടിൽ വന്നാലും ഡാൻസ് ക്ലാസ് എടുക്കുന്നു. എൻ്റെ ബോഡിക്ക് ആവശ്യത്തിലധികം എക്സസൈസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പെറ്റ്സിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ലേസി ആയിട്ട് ഇരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഇത് എന്ത് ചെയ്താലും
നമുക്ക് ബോഡിക്ക് ഒരു വണ്ണം ഉണ്ടല്ലോ, അത് കുറയുന്നേ ഇല്ല. അങ്ങനെ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ സൗഭാഗ്യ വെങ്കടേശിനോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ഡാൻസ് കളിച്ചതുകൊണ്ടും കുറെ എക്സസൈസ് ചെയ്തതുകൊണ്ടും ഒരു കാര്യമില്ല. അതിനനുസരിച്ച് ഫുഡും കൺട്രോൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ പിസയും ബർഗറും ബിരിയാണിയും നെയ്ച്ചോറൊക്കെ അടിച്ച് കയറ്റി കഴിഞ്ഞാണെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസ് ഒക്കെ വെറുതെ ആയി പോകും. അല്ല, ഞാൻ കൂട്ടത്തിൽ ജസ്റ്റ് പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. ഒരു സമയത്ത് സൗഭാഗ്യ പോലെയൊക്കെ തന്നെയായിരുന്നു ഞാനും. ഒരുപാട് എക്സസൈസ് ചെയ്യുമായിരുന്നു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ സൈഡിൽ കൂടെ നല്ല ഫുഡ് അടിച്ച് കയറ്റും. അത് കാരണം എന്റെ ബോഡിയിൽ ഉണ്ടായ ചേഞ്ച് എന്താണെന്ന് അറിയോ? വെയിറ്റ് കുറയുന്നതിന് പകരം നല്ലോണം കൂടി. ഇനി അതേപോലെ ആയിരുന്നു സൗഭാഗ്യയുടെ ലൈഫ് സ്റ്റൈലും ആർക്കറിയാം അല്ലേ? എന്തായാലും ബാക്കിയോട് കേട്ട് നോക്കാം. തലവത്തിന് നിന്നിട്ട് കുറയുന്നില്ല എന്നുള്ളത് സംസാരിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ. അപ്പോ മുന്നേ എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു, ഡയറ്റ് കൺട്രോൾ, ബാക്കി നമ്മുടെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് നോക്കിയായിരുന്നോ എന്നുള്ളതാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, എല്ലാം ട്രൈ ചെയ്ത് നോക്കിയതാണ് പുള്ളിക്കാർ പറയുന്നത്. പക്ഷെ എനിക്കൊന്നത് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വാസമാകാത്ത പോലെ. പ്രോപ്പർ ഡയറ്റും നല്ല എക്സസൈസും ഉണ്ടെങ്കിൽ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രോഗം ഉണ്ടാവണം അല്ലേ? എന്തായാലും ഇവർ പറയുന്നത് എന്തോ പൂർണ്ണമായിട്ട് വിശ്വാസമാകാത്ത പോലെ. ബാക്കിയോട് കേട്ടോക്കാം. ടു ബി വെരി ഓണസ്റ്റ്, അല്ലാതെ ചുമ്മാ ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ ഇതിലോട്ട് വന്നതല്ല. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വിസിബിൾ റിസൾട്ട് ആണല്ലോ വേണ്ടത്. എനിക്ക് ആ വിസിബിൾ റിസൾട്ട് കിട്ടുന്നില്ല ഒന്നിലും കൂടി. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വന്നത്. ഷുഗർ കട്ടൊക്കെ ചെയ്ത് നോക്കി, ഇപ്പൊ വെയിറ്റ് കുറവുണ്ട്. പക്ഷെ വിസിബിളി ഭയങ്കര ഇതൊന്നും മാറ്റമൊന്നും വരുന്നില്ല. അല്ല, ഈ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ വെയിറ്റ് ലോസ് വരുമെന്ന് ആരാണ് സ്വാഭാവികയോട് പറഞ്ഞത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. നമ്മൾ ഷുഗർ കട്ട് ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. കാലറി ഡെഫിഷ്യന്റ് ആയിട്ട് ഡയറ്റ് എടുക്കാൻ പഠിക്കണം ആദ്യം. അതായത് ഓരോരുത്തരുടെയും ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓരോ ദിവസവും നമ്മൾ ഇന്ന അളവിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. ഉദാഹരണമായി എന്റെ ബോഡി വെയിറ്റ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര കാലറി ഫുഡ് ഒരു ദിവസം കഴിക്കണമെന്നുണ്ട്. അതേപോലെ എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് ഓരോ ദിവസവും ഇത്ര കാലറി ഫുഡ് കഴിക്കണമെന്നുണ്ട്. ആ അളവിൽ കുറവ് ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് വരത്തുള്ളൂ. അല്ലാതെ ഷുഗർ കട്ട് എന്നും പറഞ്ഞ് ഒരു നേരം 5 ചപ്പാത്തിയും 500 ഗ്രാം ചിക്കനും അടിച്ച് കയറ്റി കഴിഞ്ഞാണെങ്കിൽ വെയിറ്റ് ലോസ് വരത്തൊന്നുമില്ല. അതുകൊണ്ട് ഷുഗർ കട്ട് ചെയ്തു വെയിറ്റ് ലോസ് വന്നില്ല എന്നുള്ളതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. എനിവേ, ബാക്കിയോട് കേട്ടോക്കാം. എനിക്ക് എപ്പോഴും ഡാൻസ് ചെയ്യുമ്പോൾ മറ്റേ നീല് പെയിൻ ഉണ്ട്. പിന്നെ എനിക്ക് L3, L4, L5 ബൾജ് ഉണ്ട്. അപ്പൊ അതിന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ കുറച്ച് നടക്കുമ്പോഴേക്കൊക്കെ കിതപ്പൊക്കെ തോന്നുന്നുണ്ട്, ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും എന്റെ ഡെയിലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് തന്നെ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിക്കൊണ്ട് വരും. മനസ്സിലായി. അപ്പം എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. ഞാൻ ശ്രമിക്കാത്തോണ്ടല്ല, വെയിറ്റ് കുറയുന്നില്ല. അപ്പൊ നമ്മളെ സൗഭാഗ്യ സമീപിച്ചപ്പോൾ ഇതിപ്പോ ഒരുപാട് കൺസേൺസ് നിങ്ങൾ കേട്ടു. ഇതൊക്കെ തന്നെയാണ് മേജർ. അപ്പൊ ഒബിസിറ്റി എന്ന് പറയുന്നത് പലരുടെയും അതൊരു കോസ്മെറ്റിക് കൺസേൺ മാത്രമാണ്. എന്നാൽ അതിലുപരി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അത് ഉണ്ടാക്കുന്നുള്ളത് പലരും ഇപ്പോഴും അവെയർ അല്ല. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഏതൊരു ഇപ്പൊ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പോലെ തന്നെ അതേപോലെ തന്നെ ഒരു ബർഡൻ ആണ് ഒബിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പലർക്കും ഈ ഇഞ്ചക്ഷൻസ് എടുക്കണമെന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മളത് കോസ്മെറ്റിക് കൺസേണിനേക്കാളും നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെഡിക്കൽ കൺസേൺ തന്നെയാണ്. BMI ഒരു 30+ ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് വേറെ പ്രൊസീജിയേഴ്സും വേറെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് വെയിറ്റ് റിഡക്ഷൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, പല ഹെൽത്ത് കൺസേൺസ് ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞ് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻസ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഭയങ്കര ഓവർ വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ, അതല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ ഇഞ്ചക്ഷൻ എടുത്താൽ മതി, നിങ്ങളുടെ തടി കുറയും എന്നൊക്കെയാണ് ഇവിടെ ഡോക്ടർ പറയുന്നത് അല്ലെ? സൗഭാഗ്യവും ആ രീതി തന്നെയാണ് സംസാരിക്കുന്നത്. എനിവേ, ഇവിടെ സൗഭാഗ്യം എടുത്ത ഇഞ്ചക്ഷൻ ഏതാണെന്നുള്ളത് ഇവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതോ ട്രൈസെപ്റ്റൈഡ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ് ഇവർ എടുത്തിട്ടുള്ളത്. അത് പിന്നെ മൗഞ്ചാരയുടെ മറ്റൊരു പേരാണ് ട്രൈസെപ്റ്റൈഡ്. മൗഞ്ചാര ഇഞ്ചക്ഷൻ തന്നെയാണ് ഇവർ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ആണിത്. 10-20,000 രൂപ ചെലവുണ്ട് ഈ ഇഞ്ചക്ഷൻ. എന്തായാലും ഈ ഇഞ്ചക്ഷന്റെ ബെനിഫിറ്റിനെ കുറിച്ച് ഇവിടെ ഡോക്ടർ സംസാരിച്ച് കഴിഞ്ഞു അല്ലെ? പക്ഷേ ഈ ഇഞ്ചക്ഷന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചോ ഈ ഇഞ്ചക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊന്നും ഡോക്ടർ പറയുന്നില്ല. അത് അവർ മനഃപൂർവ്വം പറയാത്തതാണോ എന്ന് അറിയില്ല കേട്ടോ. ഇനി ഇവർ പറയാത്ത സ്ഥിതിക്ക് ഈ ഇഞ്ചക്ഷന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചും ഈ ഇഞ്ചക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റേതായ രീതിയിൽ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ഇഞ്ചക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്, ആദ്യം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം, എന്നിട്ട് സൈഡ് എഫക്റ്റിലേക്ക് വരാം. അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മൗഞ്ചാര ആണെങ്കിലും മൊസംബിക് ആണെങ്കിലും ഈ ഇഞ്ചക്ഷനുകളെല്ലാം കണ്ടുപിടിച്ചത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാണ് കണ്ടുപിടിച്ചത്? ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് അഥവാ ഷുഗർ പേഷ്യൻസിന് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഇഞ്ചക്ഷനുകളാണ് ഇത് രണ്ടും. പക്ഷെ ഇപ്പൊ ആളുകൾ ഇത് യൂസ് ചെയ്യുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയാണെന്ന് മാത്രം. ഇനി ഇത് എങ്ങനെയാണ് ശരീരത്തിൽ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ പറയുന്ന ഒസംബിക് ആണെങ്കിലും മൗഞ്ചാര ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ ഇത് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഇത് അങ്ങ് കൂട്ടും. സ്വാഭാവികമായിട്ടും ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് കൂടി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറയും. അതോടെ നമ്മുടെ ഷുഗർ കൺട്രോൾ
അൺറോൾഡ് ആവും. ഇതാണ് ഈ ഇഞ്ചക്ഷന്റെ പ്രധാന ആക്ഷൻ എന്ന് പറയുന്നത്. ഇതോടൊപ്പം ഈ മരുന്ന് ചെയ്യുന്ന മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് നേരെ നമ്മുടെ തലച്ചോറിൽ അങ്ങ് ചെന്നിട്ട് പറയും വയറ് നിറഞ്ഞു, ഇനി അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കേണ്ട എന്നുള്ളത്. അതോടെ നമ്മുടെ തലച്ചോറ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാണെങ്കിൽ നമ്മുടെ വിശപ്പിന്റെ ഹോർമോണുകൾ ഇതങ്ങ് സപ്രസ് ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിൽ വിശപ്പില്ലാതാകും. സ്വാഭാവികമായിട്ടും വിശപ്പില്ലാതാകുന്ന സമയത്ത് നമ്മൾ എന്താക്കും? ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കും അല്ലെ? അതുവരെ ഉച്ചയ്ക്ക് 4 പറ ചോറ് തിന്നുന്നവൻ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതോടെ ഒരു പിടി ചോറിൽ അങ്ങ് ഒതുക്കും. അങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ ആവശ്യത്തിന് ഭക്ഷണം എത്താതാകും. ആവശ്യത്തിന് ഭക്ഷണം എത്താതാകുമ്പോൾ എന്ത് സംഭവിക്കും? വെയിറ്റ് ലോസ് വരും. ഇനി ഇത് മാത്രമാണോ? നമ്മുടെ ശരീരത്തിലെ ദഹനം അങ്ങ് ഇത് സ്ലോ ഡൗൺ ചെയ്യും. അതായത് സാധാരണ രീതിയിൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ദഹനം നടക്കണമെങ്കിൽ 2 മണിക്കൂറാണ് സമയമെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഈ 2 മണിക്കൂർ കൊണ്ട് എടുത്ത് തീർക്കേണ്ട ദഹനം 4, 5, 10 മണിക്കൂർ എടുത്തിട്ടായിരിക്കും തീർക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ രാവിലത്തെ ഭക്ഷണം ദഹിച്ച് തീരുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടാകും. അതിനിടയ്ക്ക് നമ്മൾ എന്ത് തിന്നാലും വയറിൽ അതങ്ങനെ കെട്ടിക്കെടുക്കും. ഇതെല്ലാം കൂടി ആവുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്പീഡിൽ വെയിറ്റ് ലോസ് സംഭവിക്കുന്നുള്ളതാണ്. ഇതാണ് ശരിക്കും ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ സംഭവിക്കുന്നത്. ഇത് ഞാൻ ചുമ്മാ തട്ടി വിടുന്നതല്ലേ കേട്ടോ. അങ്ങനെ തട്ടിവിടേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നേരെ യൂട്യൂബ് എടുക്കുക, എന്നിട്ട് വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ എഫക്ട് ഇൻ ബോഡി എന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെർച്ച് ചെയ്താണെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചുരുക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഏകദേശം ഈ മരുന്ന് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വിശപ്പ് ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ മരുന്ന് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനേക്കാളും എത്രയോ ഭേദം ഡോക്ടർ ഡാനിഷ് തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. കാരണം ഇതിന്റെ സൈഡ് എഫക്ട് കൂടെ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ഗ്യാസ്ട്രിക് എംഡിങ് ഇത് ഇല്ലാതാക്കുന്നു, അതായത് കുറെ നേരം വയറിൽ കെട്ടിക്കിടക്കും. ഇപ്പൊ ചില ആളുകൾക്ക് ഛർദ്ദിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് വയറിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു വയറിനകത്ത് എന്തോ ഒരു സാധനം ഉള്ളതുപോലെ തോന്നും. ഓക്കാനം ഉണ്ടാവും, ഛർദ്ദിലുണ്ടാവും. ചിലപ്പം ഇത് റീകൾസിറ്റ് ചെയ്ത് പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതായത് ഛർദ്ദിച്ച് നമ്മുടെ ലങ്സിലൂടെ ചിലപ്പോൾ ആസ്പിറേറ്റ് ചെയ്യാൻ ചില ആളുകൾ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിശപ്പ് തീരെ ഇല്ലാതാകുന്നതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സോ അതുപോലെ ഗുണമുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി, മിനറൽ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവും. 2022 ഒരു പഠനം നടത്തിയതിനകത്ത് ഈ ഇതുപോലുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുന്ന മിക്ക ആളുകളിലും എന്തുണ്ട്? ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കണ്ടു. അതുപോലെ അവരുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വൈറ്റമിൻ സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നിർബന്ധമായി കഴിക്കണം. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട്? ഇത് എടുത്തതിൽ മിക്ക ആളുകളിലും കാണുന്നത് ഓക്കാനം കാണാറുണ്ട്, ഛർദ്ദിൽ കാണാറുണ്ട്, വയറിളക്കം കാണാറുണ്ട്. അതുകൂടാതെ വയറുവേദന, മലബന്ധം, വയറിലൊരു പിടുത്തം. അതുപോലെ തന്നെ ചില ആളുകളിൽ പാൻക്രിയാറ്റൈറ്റിസ് വളരെ റെയർ ആയിട്ടുണ്ടായിട്ടുണ്ട്. വളരെ റെയർ ആണ്. അതുപോലെ തന്നെ കോമൺ ആയിട്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് കുറെ നാൾ എടുത്തു കഴിഞ്ഞാൽ ഒക്സംബിക് ഫേസ് പോലെ ആവും. ഒക്സംബിക് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖമൊക്കെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഒരു ചുളുക്ക്, മുഖത്തിനൊരു ചുളുക്ക്, അതുപോലെ താടിയിലൊക്കെ ഒരു ചുളുക്കാവും. പിന്നെ പല ആളുകളും ഒരു കല്യാണത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിക്കും. ഹൈ ഡോസ് ഒക്കെ എടുക്കും. ഒരു കാരണവശാലും ചെയ്യരുത്. ചെറിയ ഡോസിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. നോക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ വളരെ പെട്ടെന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്യരുത്. പിന്നെ വെയിറ്റ് ഗെയിൻ ആവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നിർത്തി കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആവും. അത് സാധ്യത ഉണ്ട് പല ആളുകൾക്ക്. ഇപ്പൊ എന്റെ HR ഒരു സ്റ്റാഫ് ഇതുപോലെ എടുത്താണ്. അവർക്ക് ഏകദേശം 100-150 കിലോ ഉണ്ടായിരുന്നു. അവർ കുറഞ്ഞു ഇപ്പൊ 75 കിലോ ഉണ്ട്. പക്ഷെ അവർ സ്റ്റോപ്പ് ചെയ്തപ്പം വീണ്ടും ഗെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡോക്ടർ അവസാനം പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നിങ്ങൾ നിർത്തി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ പഴയ പോലെ വീണ്ടും വെയിറ്റ് കൂടുമെന്ന് അർത്ഥം. അപ്പൊ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ എന്താ കാര്യം? ടെമ്പററി ആയി കുറച്ച് കാലത്തേക്ക് നമ്മുടെ വെയിറ്റ് കുറയും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാണെങ്കിൽ എന്ന് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നിർത്തുന്നു, ആ നിർത്തുന്ന സമയത്ത് നമ്മൾ പഴയ പോലെ തന്നെ വെയിറ്റ് കൂടുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഈ ഡോക്ടർ പറഞ്ഞു അല്ലേ. നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരും. അതുപോലെ തന്നെ മുഖങ്ങൾ ചുളിയാൻ തുടങ്ങും. വിശപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയും. ഇതൊക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റുകളാണ്. ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ടുള്ള നല്ല വശത്തേക്കാളും ഏറ്റവും കൂടുതൽ ദൂഷ്യവശങ്ങളാണെന്ന് അർത്ഥം. എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വർഷത്തിനിടയിൽ ഈ ഇഞ്ചക്ഷൻ നമുക്കിടയിൽ ഒരുപാട് പോപ്പുലർ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ ഈ ഇഞ്ചക്ഷന് വില കൂടുതലായതുകൊണ്ട് പണമുള്ള ആളുകൾ മാത്രമാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഇവിടെയുള്ള പല ലോക്കൽ കമ്പനികളും ഇത് ഉത്പാദിപ്പിക്കാൻ തുടങ്ങും. അതോടെ ഇത് ലോക്കലിൽ ലഭ്യമാവാൻ തുടങ്ങും. അതോടെ നിങ്ങൾ നോക്കിക്കോളി, സാധാരണക്കാരും ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങുന്നതാണ്. അതിന് അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ഇനി ഡോക്ടർമാരാണെങ്കിൽ ഇത് നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. എന്തിനു പറയുന്നു, സൗഭാഗ്യ വെങ്കടേശിന്റെ വീഡിയോയിൽ പോലും ഒരു ഡോക്ടർ ഈ ഇഞ്ചക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല നമ്മൾ കണ്ടത്. അത് പിന്നെ അങ്ങനെയല്ലേ വരും. ഡോക്ടർമാർ ഇത് എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? അവർക്ക് ഈ മരുന്നുകൾ വിറ്റ് പോയി കഴിഞ്ഞാണെങ്കിൽ അവരുടെ കീശയിൽ കാശെത്തും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഇത് നല്ലോണം പ്രൊമോട്ട് ചെയ്യും. പക്ഷെ ഇത് കാരണം ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇത്തരം ഇഞ്ചക്ഷനുകൾക്ക് പിന്നാലെ പോവാതിരിക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കാലത്ത് സൗഭാഗ്യ വെങ്കടേശിനെ പോലെ തന്നെയായിരുന്നു. നന്നായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് തടി വെക്കുന്ന ഒരു ബോഡിയാണ് എന്റേത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ വേണ്ടി ഞാൻ പല വഴികളും ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് എന്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 84 കിലോ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പൊണ്ണത്തടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം വയറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തടി കുറയ്ക്കണമെന്ന ആഗ്രഹം എനിക്ക് വരുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് അറിയോ? എന്റെ സുഹൃത്തും ഒക്കെയാണ് ഈ ഹെർബാ ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ
പോയി ഞാൻ ജോയിൻ ചെയ്തു. എന്നാൽ അവർ തരുന്ന കുറച്ച് സപ്ലിമെന്റ് കഴിച്ച് ഞാൻ തടി കുറയ്ക്കാൻ നോക്കി. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ മുട്ട കോമഡിയാണ്. ഇവരൊരു 3-4 സപ്ലിമെന്റ്സ് തരും. അതാണ് നമ്മൾ രാവിലെയും രാത്രിയും കഴിക്കേണ്ടത്. ഇനി ഉച്ചക്കാണെങ്കിൽ നമ്മളൊരു 3-4 ചപ്പാത്തിയും എന്തെങ്കിലും വെജിറ്റബിൾ കറിയും കഴിക്കണം. അതുകൂടാതെ ബാക്കിയുള്ള 2 നേരങ്ങളിലും ഇവര് തരുന്ന സപ്ലിമെന്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. ഈ സപ്ലിമെന്റ്സിലാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയും ഉണ്ട് കേട്ടോ. ഒരു മാസം തന്നെ 10,000 രൂപയുടെ അടുത്ത് ചെലവാണ് ഇത് വാങ്ങിച്ച് കഴിക്കാൻ. എന്നാലും കുഴപ്പമില്ല, തടി കുറയേണ്ടെന്ന് വിചാരിച്ച് ഞാനതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. വിചാരിച്ച പോലെ തന്നെ ഫാസ്റ്റ് ആയി തന്നെ എനിക്ക് റിസൾട്ടും കിട്ടി കേട്ടോ. ഏകദേശം 3 മാസം കൊണ്ട് 84 കിലോ ഉള്ള ഞാൻ 73 കിലോയിലെത്തി. ഞാൻ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ച വെയിറ്റ് എത്തിയെന്ന് കണ്ടതോടെ ഞാൻ എന്താക്കിയെന്ന് അറിയോ, ഈ സപ്ലിമെന്റ്സ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ പഴയ പോലെ തന്നെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നിങ്ങളോട് പറയാനാണെങ്കിൽ കുറഞ്ഞ പോലെ തന്നെ വെയിറ്റ് കൂടാനും തുടങ്ങി. അങ്ങനെ വെയിറ്റ് കൂടി 73-ന് 77 എത്തി. എന്നാലും വേണ്ടില്ല, 84-ന് 77 എത്തിയല്ലോ. ഹയർ എന്നുള്ള ലെവലിൽ ഞാൻ അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ കല്യാണം ഉറപ്പിക്കുന്നത്. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അറിയാലോ, എല്ലാവരും തടി കുറയ്ക്കാനാണല്ലോ നോക്കുക. അതേപോലെ തന്നെ ഞാനും തടി കുറയ്ക്കാൻ നോക്കി. പക്ഷെ അതിന് ഞാൻ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് ഞാനൊരു സെൽഫ് ഡയറ്റ് അങ്ങ് പ്രിപ്പയർ ചെയ്തു. ആ സെൽഫ് ഡയറ്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ടൊന്നും കഴിക്കൂല. എന്നിട്ട് ഉച്ചയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് അങ്ങ് വാരി വലിച്ച് കഴിക്കും. ബിരിയാണി ആണെങ്കിലും ബിരിയാണി, മന്തി ആണെങ്കിലും മന്തി, ഇനി മറ്റു പല ഫുഡാണെങ്കിൽ അത് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും. എന്നിട്ട് രാത്രി കഴിക്കഴിഞ്ഞാണെങ്കിൽ കുറച്ച് പാലും ഓട്സും കഴിക്കും. ഇതായിരുന്നു എന്റെ ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു ഡയറ്റ് ആയിരുന്നു കേട്ടത്. എന്നാൽ എന്റെ തടി കുറഞ്ഞു കേട്ടോ. 77 കിലോ ഉള്ള ഞാൻ ഏകദേശം ഒരു 3-4 മാസത്തോടെ 73 കിലോയിലേക്ക് തന്നെ തിരിച്ചെത്തി. പക്ഷെ ആ സമയത്തിൽ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ബോഡി ഭയങ്കര ടയേർഡായി മാറി എന്നുള്ളതാണ്. ഭയങ്കര ക്ഷീണം, ഭയങ്കര ഉറക്കം, എന്ത് ചെയ്യാനും ഒരു മടി, എപ്പോഴും ഒരു മൂലക്കൽ ഒതുങ്ങിയിരിക്കാൻ തോന്നുക, ഇനി എവിടെയെങ്കിലും കുത്തിരുന്നാലും പെട്ടെന്ന് ഉറക്കം വരിക, അങ്ങനെ ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. നമുക്ക് നമ്മുടെ തടി കുറഞ്ഞല്ലോ, അതാണ് വലുത്. അങ്ങനെ കല്യാണത്തിന്റെ സമയത്ത് തടിയൊക്കെ കുറച്ചു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാണെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. സൽക്കാരത്തോട് സൽക്കാരായിരുന്നു. അല്ല, ചിക്കനും മട്ടനും ബീഫും കരിച്ചതും പൊരിച്ചതൊക്കെ അടിച്ച് കയറ്റാൻ തുടങ്ങി. അതോടെ എന്തായെന്ന് അറിയോ, ഒരു മാസം കൊണ്ട് 77 കിലോയുടെ ഞാൻ 84 കിലോയിലേക്ക് എത്തി. എത്രയാണ് 84 കിലോ? പണ്ടത്തെ വെയിറ്റിലേക്ക് തന്നെ തിരിച്ചെത്തി. ആ സമയത്തുള്ള എന്റെ തടി നിങ്ങൾ കാണണം. എന്റെ അമ്മ ഒരു ഗുണ്ടാപ്പി ലുക്കായിരുന്നു. ഏകദേശം ഒരു 4-5 മാസത്തോളം ഞാനൊരു ലുക്കിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ സമയങ്ങളെല്ലാം ഞാൻ വർക്കൗട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ 5-6 വർഷത്തോളമായി ഞാൻ വർക്കൗട്ട് ഇങ്ങനെ എന്റെ മുറക്ക് നടന്നു പോകുന്നുണ്ട്. വർക്കൗട്ട് എന്ന് പറഞ്ഞാണെങ്കിൽ കോമഡിയാണ്. ഞാൻ സാധാരണ ജിമ്മിലാണ് പോയിക്കൊണ്ടിരുന്നത്. ജിമ്മിൽ അങ്ങോട്ട് കയറും, എന്തൊക്കെയോ കസർത്ത് കാണിക്കും, തിരിച്ചിറങ്ങും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്കെ ആയ സമയത്ത് എന്റെ ഭാര്യ എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുന്നത്, എടാ എനിക്കും തടി കുറയ്ക്കണം, ഞാൻ നിന്റെ കൂടെ ജിമ്മിൽ വന്നോട്ടെ എന്നുള്ളത് അവളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. അവളും ഭയങ്കര തടിയായിരുന്നു കേട്ടോ. അവളെ ഏകദേശം 65 കിലോ ഉണ്ടായിരുന്നു. അവളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോ ആണ്. എന്തായാലും അവള് ജിമ്മിന് എന്റെ കൂടെ വരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ എനിക്ക് സന്തോഷമായി. പക്ഷെ അവള് കൂടെ വരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏതെങ്കിലും ആപ്പൂപ്പ് ജിമ്മിൽ പോയി ജോയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നല്ല ജിമ്മിൽ തന്നെ പോയി ജോയിൻ ചെയ്യണം. അങ്ങനെ ഞാനൊരു പ്രൊഫഷണൽ ജിമ്മ് തേടി നടക്കാൻ തുടങ്ങി. അങ്ങനെ തേടി നടന്നതിന് ഫലമായിട്ട് നല്ലൊരു ജിമ്മ് കിട്ടുകയും ചെയ്തു കേട്ടോ. അത്യാവശ്യം പണച്ചെലവുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. അങ്ങനെ ഞാനും അവളും കൂടി എന്താക്കി ആ ജിമ്മിൽ പോയി അങ്ങ് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യണ ദിവസം തന്നെ ജിമ്മിൽ ഓണർ എന്താക്കിയെന്ന് അറിയോ, നമ്മളുടെ 2 ആളുടെയും കൂടി അസസ്മെന്റ് അങ്ങോട്ട് എടുത്തു. അസസ്മെന്റ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറയാനാണെങ്കിൽ എല്ലാം കൂടുതലായിരുന്നു. മൂപ്പര് നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ബോഡി വെയിറ്റ് നല്ലോണം കുറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് അടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങളൊരു ഡയറ്റീഷ്യനെ പ്രൊവൈഡ് ചെയ്യാം. പുള്ളിക്കാരൻ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഡയറ്റൊക്കെ സെറ്റ് ചെയ്തു തരും. ആ ഡയറ്റും വർക്കൗട്ടും കൂടി ചേർന്നാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു. എന്തായാലും ഇത്രയൊക്കെ ആയതില്ലേ, ഞാനും അവൾ അതിന് സമ്മതിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ഡയറ്റീഷ്യനെ നമ്പർ അയച്ചു തന്നു. ഞങ്ങൾ ഡയറ്റീഷ്യനെ കോൺടാക്ട് ചെയ്തു. ഡയറ്റീഷ്യൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് ലാബിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ്. അങ്ങനെ ഡയറ്റീഷ്യൻ പറഞ്ഞ പോലെ ഞങ്ങൾ ലാബിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളോട് പറയാനാണെങ്കിൽ ആകെ മൊത്തത്തിൽ പോയി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ശരീരത്തിൽ തീരെ വൈറ്റമിൻ ഡി ഇല്ല. ബോഡിയിലെ വൈറ്റമിൻ ഡിന്റെ കുറവെന്ന് പറയുന്നത് പകുതിയിലും കുറവായിരുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ബോർഡറിൽ, ഫാറ്റി ലിവർ, ചുരുക്കി പറഞ്ഞ മൊത്തത്തിൽ അടിച്ചു പോകേണ്ട അവസ്ഥയിലായിരുന്നു. ഒരു 3-4 കൊല്ലം കൂടി ഇതേ ലൈഫ് സ്റ്റൈലായിരുന്നു ഞാൻ പോയതെങ്കിൽ ഒരു നിത്യരോഗിയായി മാറിയേനെ. എന്തായാലും എന്റെ ലാബ് റിപ്പോർട്ട് കണ്ടതോടെ എന്റെ ഡയറ്റീഷ്യൻ ആദ്യം എന്നോട് പറഞ്ഞത് ഇടയ്ക്കിടെ ഉറക്കം വരാറുണ്ടോ, നല്ല ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തും മറുപടി പറഞ്ഞു. അപ്പൊ മുപ്പത്തി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണ്. അങ്ങനെ എനിക്ക് എന്താക്കി വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എഴുതി തന്നു, കാൽസ്യം ടാബ്ലറ്റ് എഴുതി തന്നു, ഒമേഗ 3 ടാബ്ലറ്റ് എഴുതി തന്നു. ഇതൊക്കെ ഒരുമിച്ചെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പുള്ളിക്കാർ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറയാനാണെങ്കിൽ ഒരു മാസം കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങി. മെന്റലിയും ഫിസിക്കലിയും റിസൾട്ട് കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ക്ഷീണാണ്, ഒരു മൂലക്കൽ ഇങ്ങനെ ഒതുങ്ങി കയ്യിലാണെന്നൊക്കെ, അതൊക്കെ അങ്ങോട്ട് കുറെ മാറി കിട്ടി. എന്തെന്നില്ലാത്തൊരു ഉന്മേഷമൊക്കെ വരാൻ തുടങ്ങി ബോഡിയിൽ. അത് സംഭവം മറ്റൊന്നുമല്ല, ബോഡിയിൽ വൈറ്റമിൻ ഡി കറക്റ്റ് ആവാൻ തുടങ്ങിയതാണ്. പിന്നെ പതിയെ അവര് പറയുന്ന പോലുള്ള ഡയറ്റ് ഫോളോ ചെയ്തു, ജിമ്മിൽ പോയി കൃത്യമായി വർക്കൗട്ടും ചെയ്തു. ഇതെല്ലാം കൂടെ ആയതോടെ ഒരു 6 മാസം കൊണ്ട് എന്റെ പഴയ വെയിറ്റ് ആയിട്ടുള്ള 72ലേക്ക് ഞാൻ തിരിച്ചെത്തി എന്നുള്ളതാണ്. അങ്ങനെ വൈഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളിക്കാരെ 65-ൽ നിന്നും ഇപ്പൊ ഏകദേശം 54-ഓട് അടുത്തെത്തി എന്നുള്ളതാണ്. നമ്മൾ രണ്ടാളും ഈ കഴിഞ്ഞ പെരുന്നാളിന്
കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പൊ നമ്മൾ രണ്ടാളും ഈ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ, നിങ്ങൾക്ക് തടി കുറയ്ക്കണമോ, നിങ്ങൾ അതിനു വേണ്ടി ഏറ്റവും നല്ലതായി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ നല്ലൊരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുക. ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യനൽ കോഴ്സ് എടുക്കുക. ഇന്ന് ഓൺലൈനിലും മറ്റുമായിട്ട് ഒരുപാട് ഡയറ്റീഷ്യൻ കോഴ്സുകൾ ലഭ്യമാണ് അല്ലേ. 500 രൂപ തൊട്ട് 10,000 രൂപ വരെ നിരക്കിൽ ഇന്ന് നല്ല ഡയറ്റീഷ്യൻ കോഴ്സുകൾ ലഭ്യമാണ്. അതിൽ ഏതെങ്കിലും നല്ലത് നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക. ഒരു ഡയറ്റീഷ്യന്റെ ഗൈഡോട് കൂടി നല്ലൊരു ഡയറ്റ് എടുക്കുക. അതുകൂടാതെ നല്ലോണം വർക്കൗട്ട് ചെയ്യുക. നല്ല റിസൾട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അല്ലാതെ ഈ കണ്ട ഇൻഫ്ലുവൻസർമാരൊക്കെ പറയുന്നത് കേട്ട് കണ്ട ഇഞ്ചക്ഷന് പിന്നാലെ ദയവ് ചെയ്ത് പോകാൻ നിൽക്കരുത്. അവർ കീശ വീർപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഓരോ ഇഞ്ചക്ഷനുകൾ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. ഇങ്ങനത്തെ ഇഞ്ചക്ഷനുകൾ പ്രൊമോട്ട് ചെയ്യുന്ന വഴി അവർക്ക് നല്ലൊരു കമ്മീഷൻ കിട്ടും. അവർ അതിനു വേണ്ടി എന്ത് തോന്നിയ ദിവസവും വിളിച്ചു പറയും. അൾട്ടിമേറ്റ്ലി നമ്മുടെ ശരീരം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാതെ ഇൻഫ്ലുവൻസർമാർ പറഞ്ഞ ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാണെങ്കിൽ അവർ നമ്മൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം പ്രൊമോഷനുകളിൽ വീഴാതിരിക്കുക. ഇത്തരം ഇഞ്ചക്ഷനുകൾക്ക് പിന്നാലെ ഓടി ആരോഗ്യം കളയാതിരിക്കുക. ഉള്ള ആരോഗ്യം മൊത്തം കളഞ്ഞ് തടി കുറച്ചിട്ട് എന്താണ് കാര്യം? ഒന്നും വേണ്ട. ഈ ഇഞ്ചക്ഷൻ ഏറ്റവും വലിയ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് വിശപ്പ് ഇല്ലാതാവുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ഇത്രയും കാലം ആസ്വദിച്ച് കഴിച്ച നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പോലും കഴിക്കാൻ കഴിയാതെ ഇങ്ങനെ വിശപ്പില്ലാണ്ട് തടിയും കുറച്ച് ജീവിച്ചിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാറുണ്ട്. മന്തി കഴിക്കാറുണ്ട്, ബിരിയാണി കഴിക്കാറുണ്ട്, എല്ലാ ഫുഡും കഴിക്കാറുണ്ട്. പക്ഷെ ബാക്കി 5-6 ദിവസം ഞാനൊന്ന് കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് റിപ്പീറ്റ് അഗൈൻ ദയവ് ചെയ്ത് ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇന്നലെ വെറും വർച്ചയുടെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. അതും കൂടി കണ്ട ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. നമസ്കാരം. ഇത്രയും വയർ എനിക്കുണ്ട്. വിത്തൗട്ട് ഗർഭിണിയാവൽ, വിത്തൗട്ട് പ്രസവിക്കൽ, അതൊന്നൊരു വിഷയമല്ല എനിക്ക്. പക്ഷേ കാരണം എന്താണെന്നറിയാം, വെട്ടി വിഴുങ്ങി കുമിഞ്ഞുകൂടി അടിഞ്ഞുകൂടി എനിക്ക് അങ്ങനെ അതൊരു വലിയ വയറായി. അപ്പൊ ആൾക്കാരെന്നെ നോക്കി പറയും, വയറ് വെച്ചോ, വയറ് ചാടിയോ, വയറ് കൂടിയോ, വയറ് മറഞ്ഞോ, വയറ് ഇങ്ങനായോ അങ്ങനായോ ഇങ്ങനെ. Of course I have wire, I have plenty of wire, but that wire is not just a wire. വയറിനെ ഞാൻ എങ്ങനെ കണ്ടെന്നറിയോ? ആ വയർ എന്നെ എങ്ങനെ കണ്ടെന്നറിയോ? ബേസിക്കലി ഞാൻ എന്റെ വയറിനെ കണ്ടത് എന്റെ ആന്തരിക അവയവങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ ആയിട്ടാണ്. പ്രൊട്ടക്ഷൻ എന്റെ മെയിൻ ആണ്. അപ്പൊ പിന്നെ എന്റെ വാല്യൂബിൾ ആയിട്ടുള്ള അവയവങ്ങൾക്ക് ഞാൻ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? തിന്ന് വയറ് വെച്ചു. കൊഴുപ്പാണല്ലോ അത്, കൊഴുപ്പ്. നിങ്ങൾ എന്നെ ഒന്ന് കുത്തി അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് തല്ലി, എന്റെ ഈ കൊഴുപ്പിന്റെ ലെയർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ ആന്തരിക അവയവങ്ങൾക്ക് എത്തുള്ളൂ. സോ ഇതൊരു പ്രൊട്ടക്ഷൻ ലെയർ ആണ്, അല്ലാതെ വെറുതെ കൊഴുപ്പ് കൂടി കിടക്കുന്നതല്ല, കുമിഞ്ഞു കൂടി കിടക്കുന്നതല്ല. ഫോണിന് സ്ക്രീൻ ഗാർഡ്, കവർ, സ്കിന്നിന് സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, മുടിക്ക് ഷാമ്പു, കണ്ടീഷണർ, മാസ്ക് എന്ന് വേണ്ട എന്തൊക്കെ പ്രൊട്ടക്ഷൻ ഈ ലോകത്ത്. അപ്പൊ എന്റെ അവയവങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? ഒക്കെ പോട്ടെ, എന്റെ ഗർഭപാത്രം 3-4 വേണ്ട, സ്കൂൾ ഫീസ് കൂടുതൽ 2-3 മക്കളെ പ്രസവിക്കാനുള്ള എന്റെ ഗർഭപാത്രം ഞാൻ സേഫ് ആക്കി വെക്കണ്ടേ? ആരെങ്കിലും ഒന്ന് തട്ടോ മുട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലതും പറ്റിയോ ഞാൻ എന്ത് ചെയ്യും? പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ ഒരു തീറ്റപ്പണ്ടാറായിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു ഭാവിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. വയറ് ചാടിയില്ലോ എന്ന് പറയുന്നവർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് പറ, this is not just wire, this is protection, this is for my protection. എനിക്ക് കുറച്ച് വയർ ഉണ്ടായിക്കോട്ടെ, അതോടെ ഇരുന്നോട്ടെ, എന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അവിടെ ഇരുന്നോട്ടെ. എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നിനക്ക് പ്രൊട്ടക്ഷൻ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, അത്രേ ഉള്ളൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്തായാലും സംഭവം നല്ല കോമഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് എനിക്ക് മറ്റേ പഴയ നിവിൻ പോളിന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്, കേരളത്തിലെ ആമ്പിളേർക്ക് എന്തിനാണ് 6 പാക്ക് എന്നുള്ളത്. പക്ഷെ മറ്റൊരു തരത്തിൽ ആലോചിച്ച് നോക്കുന്ന സമയത്ത് എന്തോ ലേസി ആയി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലത്, അത്തരത്തിലൊരു മെസ്സേജ് അല്ലത് നൽകുന്നത്. എന്തോ അത് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഈ വീഡിയോ അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. എപ്പോഴും ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും ശരീരം നന്നാക്കി എടുക്കാനും വരെ നമ്മുടെ സമൂഹത്തെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അതല്ല നല്ലൊരു ഇൻഫ്ലുവൻസ് ആയി മാറേണ്ടത്. എന്തോ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഈ വീഡിയോ അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. ഈ വീഡിയോ നല്ലോണം എൻജോയ് ചെയ്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞതേ ഉള്ളൂ. എന്തുതന്നെയായാലും ഹെൽത്തി ലൈഫ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക, നല്ലോണം ഡയറ്റ് ചെയ്യുക, നല്ല വർക്കൗട്ട് എടുക്കുക. നിങ്ങൾക്ക് കുറെ കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അത്രേ ഞാൻ അവസാനം പറഞ്ഞു വെക്കുന്നുള്ളൂ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക്കുമായി കാണാം.